ഞാൻ ഇച്ചിരി വലിയ സീനായിരുന്നു. ഒതുങ്ങിയതാ, ഇപ്പൊ ഒതുങ്ങിയതാ, ഒതുക്കി കണ്ട്. ഏബലൊക്കെ കണ്ടിട്ടാണ് കളിക്കാറുണ്ട്. എനിക്കതിപ്പോ പറയുന്ന കേട്ടപ്പോ എനിക്ക് എന്തോ ഓർമ്മ വന്നറിയോ ഗൈസ്, ടിവിയില് ജോയിൻ ചെയ്ത ഏബലിന്റെ ആദ്യത്തെ 1 മാസം എന്നോട് പറയാതെ അണ്ണ വേണമെങ്കിൽ ഞാൻ തിരിച്ച് ഇറങ്ങാണ, ചെയ്യാൻ പറ്റണല്ല അണ്ണ, ഞാൻ പുഴുത്താണ് ചാവണേ. ഇവൻ വഴി പോയി തലയിടിച്ചൊക്കെ ചാവും, വാറിനിടയ്ക്ക് പോസ്റ്റർ അടിച്ച് ചാവുക, അങ്ങനെയൊക്കെയായിരുന്നു ഇവൻ ചാവുന്നേ. ഏബൽ ഒറ്റയ്ക്ക് പോവാണോ? ഒറ്റയ്ക്ക് പോകണോ? ഏബൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല. ബട്ട് ഏബൽ അവിടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ വലിയൊരു മണ്ടത്തരമായിരിക്കും. അടിക്കുന്നുണ്ട്. ഒരുത്തനെ കൊന്നിട്ട് അടുത്തന്നെ കൊള്ളാം, 2 കൂടി കാണിക്കുന്നത്. ഞാനൊക്കെ നമ്മൾ പെട്ടെന്ന് 2 കാണുമ്പോഴേ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവും. ഒരാളെ തന്നെ അങ്ങ് അടിച്ചാൽ കൊഞ്ഞക്കേം കൊല്ലണം. RP ഗ്രാൻഡാ അണ്ണനൊരു കാര്യം അറിയാം. ഞാൻ സിറ്റിയിൽ വന്നപ്പോ TV കയറിയ ശേഷം എനിക്കൊരു സംഭവം നടന്നു. എന്താ പറയാ, എന്നൊരു കൂട്ടം സിറ്റിസൺസ് വന്ന് എന്റെ അടുത്ത് ഇതാണോ ഫോണിൽ RP ആണോ? അണ്ണേ TV പൈസ ചോദിച്ചു. ഞാൻ തരത്തിലാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അതേ ഞാൻ ഒറ്റ ഡയലോഗ് അടിച്ചുള്ളൂ. എന്താന്ന് ചോദിക്കേ, ഞാൻ അവരോട് പറഞ്ഞു എന്റെ തലയുടെ മണ്ടയിലുള്ള 3 അക്ഷരം വായിക്കാൻ പറഞ്ഞു. ഒരു വായിച്ച്. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. PR മാറി. That was Vinny's magic of it. ഓളാ തട്ടട്ടെ എന്റെ സാറേ, ഈശ്വരം. അന്റെ സാറേ, ഇതൊക്കെ കണ്ട് എനിക്കൊരു പെണ്ണിന്റെ അടുത്ത് അങ്ങ് പ്രേമമായിരുന്നു ആ സമയത്ത്. ഒരു മുസ്ലിം കൊച്ച്, മുട്ടിഞ്ഞ പ്രേമമായിരുന്നു. അങ്ങ് തിരിഞ്ഞു നോക്കിയില്ല അവൾ എന്നെ. ചുമ്മാ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല. 2 വർഷത്തില് വെറും ചുമ്മാ അവള് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ശരിക്കും പറയുക, ഞാൻ ആ കൊച്ചിനെ 2 വർഷം സ്നേഹിച്ച്. എനിക്ക് പേടിയാ സംസാരിക്കാൻ. പേടിയായിരുന്നേ. ആ കൊച്ചിനടുത്ത് സംസാരിക്കാൻ പേടിയായിരുന്നു ലിറ്ററലി. എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? ഞാൻ എല്ലാ ദിവസവും സ്കൂളൊക്കെ വിടുമ്പോഴത്തേക്കുണ്ടല്ലോ പുറകെ നിന്നൊക്കെ അടക്കുമായിരുന്നു കേട്ടോ. പുറകെ നടന്ന കോഴിയാവോ? ഒന്ന് പോകണ്ണ, അത് വേറെ. കാരണം അതൊക്കെ പ്യുവർ ലവ് ആയിരുന്നു. പ്യുവർ ലവ് ആയിരുന്നത്. അവസാനം കൊച്ച് കല്യാണം കഴിച്ച് വേറെ കിട്ടി. പക്ഷെ എനിക്ക് പരാതിയൊന്നുമില്ല, ഒരു പരാതിയില്ല. പാട്ടും അലീനയുടെ PR അലീനൊക്കെ ഓർമ്മ നോക്കണം. അലീന്റെ മോൻ പോണോ? അതെ എനിക്കൊരു ഉറുമ്പിനെ കൊല്ലാൻ നിങ്ങളെ കൊല്ലുന്നതിനെക്കാട്ടിലും പാടാണ് ഒരു ഉറുമ്പിനെ കൊല്ലാൻ, മനസ്സിലായോ? ചന്ദ്രൻ
ഓ ബുദ്ധിയുള്ളതിനാണല്ലേ ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ. ഓ ഓക്കെ വെറുതെ അയക്കോ ആയിട്ട്. ഓക്കെ ഓക്കെ. ആണ് എനിക്ക് അവനെ കൊല്ലാൻ തോന്നുന്നു. മനസ്സിലായ സൂര്യ മോന്തടിച്ച് പൊളിക്കുന്നേ മാറിയില്ലെങ്കിൽ. ഇവനെ ഓരോ വണ്ടി സിറ്റിയിൽ പണിഞ്ഞുകൊണ്ട് വരും. എന്നിട്ട് എൻ്റെ അടുത്ത് ഈ കഴപ്പ് കൊണ്ട് ഇറക്കും. എന്നിട്ട് സിറ്റിയിൽ ഇത് അഡ്മിൻ കാണും. അടുത്ത ദിവസം ആ വണ്ടീനെ ബാൻ ചെയ്യും. മനസ്സിലായ? ഇതാണ് എല്ലാ വണ്ടി OP ആയിട്ടങ്ങ് ഇറക്കും. ഇതിലൊന്നും ഒരു കോമഡി ഇല്ലേ, ചിരി പോലും വരണില്ല. ഇത് കണ്ട ഇത് നോക്കണേ. സിറ്റിയിലെ ലോകമാന്യ തിലക് ആളൊക്കെ സീരിയസ് ആയിട്ടിരിക്കട്ടാ. അവന്റെ അമ്മടാന്ന് പറയാ. കഴിവേറിയ കുട്ടി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? ഒരുപാട് കഴിവുകൾ ഉള്ള ഏതോ ഒരു നല്ല അമ്പി എന്റെ അപ്പോ എന്തിനമ്പി. ഏതോ നല്ല കുട്ടിയാണ് അവൻ. പാവം അല്ലേ? ലോക അമ്പി. അത് തീർത്തില്ല. അത് അന്ന് അടുത്ത ദിവസം ഇല്ലായിരുന്നു. ഞാൻ വെച്ച് കാണുന്നു. ഇത് ഇപ്പോഴത്തെ കണ്ണൻ എന്നാ കാണുമ്പോൾ തോന്നും മിണ്ടാൻ ഒരു വാക്ക്, ഒരു വാക്ക്. എന്നതാ മധുരക്കനിയുടെ പ്രശ്നം? വേണം എങ്ങോട്ട് പേസ വേണം. നീ ഏമാത്തിയതിലുള്ള വിഷമാ അവൾക്ക്. അപവാദം പറയരുത് മധുരക്കനി. ഒരു കൊല്ലം മുഴുവൻ നിന്നെ ഞാൻ കാതലിച്ചില്ലേ? ഒരു കൊല്ലത്തേക്കുള്ള കൊറേ പെൺകുട്ടിയെ പ്രേമിക്കാൻ പറ്റൂ? എനിക്ക് ബോറടിച്ചു. അതൊരു പാവാടാ. ഭയങ്കര പാവാ. ചുരിദാറും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് എന്റെ കാശ് കുറെ അവള് തട്ടിയെടുത്തു. കഞ്ഞി നിനക്കൊരു ബെസ്റ്റ് ഗസ്റ്റ്. കണ്ണേ കറക്റ്റ് ഇപ്പോഴത്തെ കണ്ണേ. എന്റെ പൊന്നോ, വേറെ എക്സ്പീരിയൻസ് ആണ്. പറയാതിരിക്കാൻ വയ്യ. സത്യം പറഞ്ഞാ എന്റെ ഫസ്റ്റാണ് ഇങ്ങനത്തെ എക്സ്ട്രീം സാധനങ്ങളൊക്കെ. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഇതുകാരം വരാൻ പറ്റിയ ബെസ്റ്റ് ക്ലൈമറ്റ് ആണ്. എന്തിനും പോയില്ലെന്ന്? ഇല്ല അവൻ എവിടെ പോയതാ? ലൈവ് ഇപ്പൊ കഴി. മഴയുടെ തന്ത്രികൾ നീട്ടിയ എന്താ സോയി കുനിഞ്ഞിരിയേ. എന്ത് പറ്റിയടാ? Take over. Oh, it's right now. Good. ഇത് ഞാൻ കണ്ട്. That was good. കണ്ടാ ഞാനേ ആ പാട്ടില് ഫോക്കസ് ചെയ്തിട്ട് ഇത് വന്നപ്പോ ഞാൻ ഡിസ്പ്ലേ മഴയുടെ തന്ത്രികൾ പിടിച്ചിരുന്നു. കാരണം അതുണ്ടല്ലോ, അത് റോക്കറ്റ് അല്ല, അത് ഓറയാണ് പിടിച്ചു നിൽക്കണേ. ഓറ മനസ്സിലായില്ലേ? ആ ഓറനെ കയ്യിലെടുത്തിട്ട് ഇന്നേക്ക് 6 വർഷം. ഞാൻ മലയാളം പറയാൻ പോയിരുന്നു. അതെ കുറച്ചായേ അത് കണ്ടായിരുന്നു. നോക്കിയിട്ടൊക്കെ വന്നല്ലോ അത് വെച്ചിട്ട്. യെസ്. എടാ സോയി മണ്ടനാടാ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്.
ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. വീണ്ടും ഓടുന്നവർക്ക് മാത്രം. ഇതൊരു ഉയർത്തെഴുന്നേൽപ്പാണ്. പുതിയ ലോകം, പുതിയ കാഴ്ചകൾ. ബ്രോ ഇത് കണ്ടായിരുന്നോ ബോയ്ഫ്രണ്ട് ടെസ്റ്റ്? വീണ്ടും ഓടുന്നവർ. സ്ക്രൂ ബോയ്ഫ്രണ്ട് ടെസ്റ്റ് നീറ്റ് ആൻഡ് അതർ എൻട്രൻസ് ടെസ്റ്റ് we are now officer preparing for boyfriend test so that we could ഇതാണ് ട്രെൻഡ്. എന്താ ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും ഗ്രീൻ ഫ്ലാഗ് ആണോ, ഡേറ്റബിൾ ആണോ, ഹസ്ബൻഡ് മെറ്റീരിയൽ ആണോ ആ കണ്ടുപിടിക്കാൻ ഓരോ എടാ ഒരു പെണ്ണിന്റെ റീൽ ഉണ്ടോ ഞാൻ ഇശ്ശേ. അതന്നെ അളി അതൊക്കെ എന്തിനളി അതൊക്കെ വാ വിവരമില്ലടാ. അത് എല്ലാരും അല്ല, കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടിട്ട്. എടാ IGL കിട്ടിയിട്ട് കാര്യമില്ല. ഒരു IGL കൊണ്ട് മാത്രമല്ല, ഇപ്പൊ എത്ര IGL ഉണ്ട്? രാജുഭായി, കുറുപ്പ്, ഫ്ലഫി, പിന്നെ 3 IGL 4 IGL. എന്താ അതുകൊണ്ട് കാര്യം? TVയിലെ മറ്റേവനെ പോലെ നീലനെ പോലെ IGL ആവണം എന്നാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഒരു ഇതാണ്. ബാക്കിയുള്ള ഗ്യാങ്ങിനൊക്കെ അറിയാം IGL. നീലന്റെ IGL പറഞ്ഞാല് നീല IGL കോള് വിളിച്ചുകൊണ്ട് അടിക്കുന്ന പ്ലെയറാണ്. മറ്റുള്ള IGLമാരൊക്കെ കോള് വിളിച്ചിട്ട് പിന്നെ അടിക്കും, അടി കഴിഞ്ഞിട്ട് കോള് വിളിക്കുള്ളൂ. പക്ഷെ അപ്പോഴത്തേക്ക് അടിഞ്ഞിട്ട് കോൾ ചെയ്യുമ്പോ ടീമിലാരും ഉണ്ടാവില്ല. വേറെ ടൈപ്പ്. അത് എല്ലാ ഗ്യാങ്സിനും അറിയാം. നീരെ കോളിൽ ചടിക്കാൻ തുടങ്ങിയ ശേഷം സിറ്റി എല്ലാരും റേഡിയോ ഒന്നും കൈയെടുക്കത്തില്ല. അതൊക്കെ ചരിഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ ചത്ത് വീടാണ്. മരിച്ചു വീഴുന്ന പ്ലേയേഴ്സ് ഒക്കെ ഇങ്ങനെ കേട്ടിരിക്കണേ. ബ്രോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് അവന്റെ യുണീക്നെസ്സാ. ഇതൊന്നല്ല കാര്യം, അത് അവന്റെ യുണീക്നെസ്സാ. അവന് പറ്റുന്ന കാര്യമാണ് അത്. അപ്പോൾ വേറെ ഒരാളത് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ടൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്, മനസ്സിലായില്ല? അത് ഓരോ രീതികളാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി ശരിക്കും, മനസ്സിലായില്ലേ? അവൻ്റെ സ്റ്റൈലിലാണ് അവൻ ചെയ്യണേ. അത് കോപ്പി നിന്നാൽ വെറുതെ ചത്ത് കിടക്കാന്നല്ലാണ്ട് വേറെ ഉപയോഗമൊന്നും ഉണ്ടാകത്തില്ല. മനസ്സിലായ മണിയൊക്കെ നിന്റെ വീട്ടിൽ പോയി നോക്കിയാൽ മതി. മണിയൊക്കെ നിന്റെ വീട്ടിൽ മനസ്സിലായ ക്യാമ്പ് ചെയ്യുന്ന സീറ്റങ്ങളെ തിരിച്ച് ഞാൻ പറഞ്ഞു തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങോട്ട് വരെ പോയിട്ട് തിരിച്ച് നമ്മൾ കുത്താൻ പോകുന്നത് പറഞ്ഞ് ഇപ്പഴാ കേട്ടോ. ഈ മാർക്കാണെന്നുണ്ടോ? ആ നമ്മൾ അങ്ങ് വരെ പോയിട്ട് എല്ലാ വണ്ടി അങ്ങ് വരെ പോയിട്ട് തിരിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. ഫോൺ വിളിക്കും, കോള് വിളിക്കുമ്പോ തന്നെ അടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായ നീലന്റെ IGL. അതാണ് കുക്കണന്റെ ഗ്യാങ് തുടങ്ങാൻ പോണ. NKC നീ കിടക്ക് ഞാൻ അടിക്കാം. ഓ അങ്ങനെ കുക്കണ്ട ഗോഡ്ഫാദർ കിരപ്പ. രാത്രി ആവശ്യമുള്ള വിളിക്കാൻ പോകുന്നത് ആണ് ഇതെന്തോന്ന്? കുക്കണ്ണനൊക്കെ പണിയാൻ നിന്ന് ഇങ്ങനെ ഇരിക്കും. PC സെറ്റപ്പ് എല്ലാം പറഞ്ഞ. ഞാൻ എടുത്ത എഡിറ്ററാ, അല്ലല്ല അമ്മ. അവൻ അന്ന് പോയതാ, അതിന് ശാനെ കണ്ടിട്ടില്ല. അല്ലല്ല ഇത് ഇപ്പൊ ഇറക്കിയാണോ? അല്ലല്ല മോനെ അവരാതി, ഞാൻ നിന്നെ എടുത്തല്ലാടാ. എന്റെ ഇല്ലല്ല, ഞാൻ ഇവനെ ഇത് കളഞ്ഞു, ഈ നിമിഷം കളഞ്ഞു. അപ്പൊ എന്തൊരു ആണോടെ ഇതെന്തൊരു വരുന്ന പാർട്ടികളെ കൊണ്ട് സ്നേഹിച്ച് ശരിക്കും നിങ്ങൾ അറിയട്ടെ.
തോയ് അളിയാ എങ്ങനെ അളിയാ? അയ്യോ എനിക്ക് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഇരുവരെ തോന്നളിയാ ദേഹമൊക്കെ പെരിക്കണ്. കാക്കനാട് ജംഗ്ഷനിൽ പോയി ഇങ്ങനെ ഡ്രീം കാണാം മഴ പെയ്യുന്ന രാത്രി. അയ്യേ മഴ പെയ്യാൻ പോകുന്നതിന് മുന്നേ അയ്യേ അയ്യേ. കറക്റ്റ് ലൊക്കേഷൻ വാട്സാപ്പ് ചെയ്താൽ മതി. ചില സോഷ്യൽ ആൻസൈറ്റി എക്കോയാണത് അളിയ. അവരെത്ര പേരുണ്ട്? ടി വി എത്ര പേരുണ്ട്? ടി വി എത്ര പേരുണ്ട്? 16 ആൾക്കാരെ നിലക്ക് നിർത്താൻ ഇത്രയും കഷ്ടപ്പാട്. ഇവരെങ്ങനെയാണ് ഈ 30 ആൾക്കാരെ നിലക്ക് അറുപത് വന്നാലും നമ്മളടുത്ത് 60 വന്നാലും മീൻവേൽ ചന്ദ്രു ഞാൻ നിലയ്ക്ക് നിൽക്കൂല. അത് ശരിയാ, ഞാൻ നിൽക്കൂല. എന്നെ ഒഴിച്ച് ബാക്കി എല്ലാരെയും ഞാൻ നിലയ്ക്ക് നിർത്തും. ഞാൻ മാത്രമാണ് റിബൽ. ഞാനൊരു കാര്യം പറട്ടെ, ഒരു സർപ്രൈസ് ആണ്. ഇത് ആരാ മാറാൻ പോകുന്നതെന്ന് അറിയാവോ? പാസ്വേഡ് മാറിയിട്ട് വീടർ സാധനം പാലും നോക്കിക്ക് വേണം. അതായിരിക്കും നല്ലത്. എന്ന പേരിന്റെ വില അതൊക്കെ അത്രേ ഉള്ളു. സ്വർണ്ണം ഇരിക്കുന്നത് ആ സ്വർണ്ണം തന്നെ ഇരിക്കണം. അത് വേറെ ഇറക്കും പറ്റത്ത്. അതുകൊണ്ടാണല്ലോ TV എപ്പോഴേക്ക് നിൽക്കുന്നത്. ഫുള്ള് PR ഈകളെ, ഫുള്ള് PR. നീ ലൈവ് നീ 2 ദിവസം ലൈവ് ഇല്ലേ? അല്ല നീ ലൈവിലേക്ക് തുറന്ന് പറഞ്ഞ മനസ്സിലാവും, നമുക്ക് മനസ്സിലാവും. ഇതെന്താ ഇങ്ങനെയൊക്കെ? എന്തോരെ PR ഇത്? ഒപ്പോ കണ്ടമാനം PR കേട്ടോ, കണ്ടമാനം. പല സൈസില്, പല രീതിയില്, പല തരത്തില് ഫുള്ള്. நான் இன்னொரு விஷயம் வந்துட்டு பரையணும். எங்க அம்மா அப்பா சொல்றாங்க மீனூட்டிய ബാക്കി சொல்லு. നിനക്ക് മീനോട്ട് ലവ്വാ? அதனால நான் வந்து இத்தனை நாள் தங்கச்சி போல தெரியாம பாத்துட்டேன். பிரேமிக்கலான்னு ஒரு ஐடியா வந்திருக்கு. அதனால உங்களோட ஆசீர்வாதம் வேணும். മീനോട്ടിയാ? ஆசீர்வாதம் பண்ணுங்க. എണ്ണീക്കടാ സൂര്യനാരായണ, എണ്ണീക്കടാ സൂര്യനാരായണ, എണ്ണീക്കാൻ. നാണം കെട്ടവനെ. നിനക്ക് എന്നാ വേണമെന്ന്? உங்க பொண்ண லவ் பண்ண ഒരു പുണ്ടേ ഇല്ലേ? இன்னைக்கு நோட் பண்ணிக்காமம்மா. இன்னைக்கு டேட் வந்து 22/5/2026 3:34 இன்னைக்கு டைம். இதே ஒரு மாசத்துல மீனூட்டி என்னோட ஆளுன்னு சொல்லிட்டு உன்கிட்ட நான் ப்ரூஃப் பண்ணலன்னா என் பேரு சூரிய போஸ் இல்ல. പിന്നെ ആര്? எங்க அப்பா பேரு ചന്ദ്ര ബോസ് இல்ல. അത് നമുക്ക് തെരിയും അപ്പ പേര് ചന്ദ്രബോസ് അല്ലേന്ന്. പക്ഷെ അന്താ മീനൂട്ടിയെ നീ വന്ന് ഇംപ്രസ് ചെയ്ത് തന്നിട്ട ഞാൻ എന്താ സൂര്യനെ ഈശ വടിച്ചിടും. ഓക്കെ, സത്യമാ നീശ വടിച്ചിടും. മുട്ടേന്ന് വിജയാത്ത ഇതൊക്കെ കടന്ന് കാണിക്കുന്ന അടിച്ചങ്ങ്. ജപ്പാൻ പുഷ്ഡ് ഫൈബർ സ്പീഡ് ഫാസ്റ്റ് ഓൺ പെറ്റാബിറ്റോ 19 അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ആയി. ബ്രോ ഇത് ഇനിയും നോക്കുന്നുണ്ടോ? ഇത് എന്തൊറ്റി കഴിഞ്ഞിട്ടോ എന്താ? ഒന്ന് സംസാരിക്കാനാ മറ്റേ. ഓക്കെ സെറ്റാ, സംസാരിക്കാം.
അതിനകത്തെ പോലെ കുറച്ച് 5 മണിക്കൂറാക്കിട്ട് ലൈവ് അങ്ങ് നിർത്താം. എന്ത് പറയണം? നിന്ന് ഞാൻ കോളേജിൻ ഇത് പണ്ടത്തെ എലിയല്ലേ ഇത്? ഇത് ആരിത്? മൈതാനത്ത് ഒരു വാക്കുണ്ടാതെ പോയി ഈ മൈക്ക ഇതായിരിക്കണേ. കൊതിക്ക് ഞാൻ നിന്നെ ചെന്താമര വിരിയും പോൽ. എലി കുറച്ചൊരു വണ്ണം ഉണ്ടായിരുന്നല്ലേ? കുറച്ച് ചബ്ബി ആയിരുന്നല്ലേ? എവിടെ ഉണങ്ങിയ എലി മുഖം? ഒരു പുഞ്ചിരി വിടരൂലേ. ചിരി പിടിച്ചു നിർത്തിട്ട് ഒരൊറ്റ അടി കടിക്കണ. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ മെലിഞ്ഞു പോയി. വണ്ണമൊക്കെ അരിഷ്ടം കൊണ്ട് തരാം. ഞാൻ ഇച്ചിരി കൽപ്പന അറിയാലോ. ഞാൻ വണ്ണം വെക്കുന്നില്ല. ആ പാട്ടൊന്നും പാടിക്കേ. ഇല്ല, ഇനി പാടത്തില്ല. പാവേ അവനെ ഓലക്കടിക്കണ അവനെ. വാവേ അവന്റെ ചിരിയും കാണുമ്പോ തന്നെ ഞവിടാൻ തോന്നും അവനെ. പാട്ടൊന്നൂടെ പാട്. ഒന്നൂടെ പാടി വരാ. വരുമ്പോ പാടിത്തരാം. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. കോരി കൊടുക്ക് ചണ്ടി കോഴി. ഇതൊക്കെ സിമ്പിളാ. റിഫ്ലക്സ് ആണ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തോണ്ടിരുന്ന പണ്ട്. എനിക്കൊരു ബിസിനസ് ഐഡിയ വന്നു. ഫ്ലോട്ടിംഗ് ബിസിനസ്. അല്ല, നമ്മള് ബൈക്കിൽ നിന്ന് വന്നിറങ്ങുമ്പോ ഹെൽമെറ്റ് ഊരി കളയത്തില്ല. ആ ഹെൽമെറ്റ് എല്ലാം കൂടെ പറക്കി വെക്കാം. സൂര്യയുടെ അമ്മ തന്നെ ഇല്ലാത്ത സാധനങ്ങളെ പറ്റി ഇമാജിനേഷൻ ചെയ്യുന്നു. ഇല്ലാത്ത ചന്ദ്രന് ബുദ്ധിയുണ്ടെന്ന് ഇവള് ഇമാജിനേഷൻ ചെയ്താണ് അവന്റെ കൂടെ പോയത്. മോന് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് ഇമാജിനേഷൻ ചെയ്താണ് സോദീപനെ മോനാക്കിയത്. ഇല്ലാത്ത സാധനം കയ്യിൽ നിന്ന് പോകുന്ന സാധനമാണ്. ഈ ഐഡിയ ഞാൻ സൂര്യ എടുത്ത് പറയാം. അവൻ നോക്കി എന്റെ അതേ വൈബ്. സൂര്യ ഒരു ബിസിനസ് ഐഡിയ. സൂര്യ ബൈക്കിലൊക്കെ പോകുമ്പോ ഹെൽമെറ്റ് പോടില്ലയാ. அந்த ഹെൽമെറ്റ് നമ്മള് ലാസ്റ്റ് പോവാൻ നേരം ഇറങ്ങി താഴെ ഇടൂലേ, അത് കളക്ട് പണി നമുക്ക് വിൽക്കാൻ വെക്കാം. യെസ്, ഇതാണ് ഇവൻ പണ്ട് ഇവന്റെ ബ്രെയിൻ ഇങ്ങനെയായിരുന്നു. ബോക്സിൽ ഒരു വിറ്റ് ഇവന്റെ അച്ഛന്റെ എന്നെന്തിനാ പറയുന്നത്? ഇതിന്റെ ഇടയ്ക്കല്ല എന്നെ വെച്ചിരുന്നത് എന്തിനാ? എന്റെ ആവശ്യം എന്താ? ബാബുന് സെയിം സ്വഭാവം ഉണ്ട്. ഇറങ്ങിക്കോളൂ. You're fired. Go. Please, I need this job. You're fired. Give me another chance. Great responsibility. Yes. Spider-Man was a hero. I just couldn't see it. He was a thief! ഞാൻ ആദ്യത്തെ എന്താ കണ്ടത്? അനീഷുള്ളതൊന്നും കണ്ടില്ല കേട്ടോ. കാണണം. ഇപ്പൊ സമയം കിട്ടും. Bro had every reason to become a villain.
അല്ല ഐ മീൻ ഞാൻ ഉദ്ദേശിച്ച മനസ്സിലായില്ലേ, അതായത് ഇതിന്റെ കൊറേ ഇത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, സ്പൈഡർമാൻ 2 അതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ ഫസ്റ്റത്തെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. ഓരോ ഇതുണ്ടല്ലോ, ആൾക്കാരുണ്ടല്ലോ. 3 സ്പൈഡർമാൻമാർക്കും ഉണ്ട്. അത് കാണണം. ഓ വിഷയോടെ ഈ തല കുറച്ച് വലുതായി പോയില്ലേ, തല വെച്ച് വലുതായിപ്പോയി. കണ്ട നമ്മള് സ്മൈലേ ഞാനില്ലെങ്കിലും ഒപ്പം ആളായി. ഞാൻ എറണാകുളത്തായിരിക്കും, ഞാൻ ഇവിടെ ഇല്ല, നാട്ടിലില്ല. അതും നല്ല ബെസ്റ്റ് സ്ഥലമാ, പ്രശ്നമില്ല. നമ്മളെല്ലാം ഉണ്ട്. എറണാകുളത്താണെന്നുണ്ടെങ്കിൽ നമ്മള് ആഴ്ചയിൽ 2 ദിവസം വരുന്ന കാണും. ഉസ്മാനോടെ പോണു. വേറെ എന്തെങ്കിലും പറയണ്ടോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾക്കറിയാം നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ ഏകദേശം 50 മെമ്പേഴ്സോളം ആവാനായി. 50 മെമ്പേഴ്സിന് ഇനി വളരെ വിരലിലെണ്ണാൻ മാത്രം ചുരുക്കം പ്ലേയേഴ്സ് മാത്രമേ കയറാനുള്ളൂ. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വെറുതെ ആവശ്യമില്ലാതെ ബാന് വാങ്ങി കൂട്ടുക, ഇനാക്റ്റീവ് ആവുക, ഒരു സിറ്റുവേഷനിൽ വരാതെ നിൽക്കുക. ഇന്ന് തന്നെ ഇപ്പോൾ കണ്ടില്ല, നമ്മളെ ഫാമിലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പരിപാടി അതിലുള്ള സിറ്റുവേഷൻ സർവീസുകളുടെ തെറ്റ് അതൊക്കെ സെറ്റാവും. കേട്ടിട്ട് മടത്തിയത്. കാമുകയുടെയും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചുപറ്റാൻ മനഃപൂർവ്വം വാഹനാപകടമുണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ. പത്തനംതിട്ട വാഴമുട്ടത്ത് ഡിസംബർ 23 നടന്ന വാഹനാപകട കേസിലാണ് നാടകീയ വഴിത്തിരിവ്. യുവതി ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ സുഹൃത്തിനെ കൊണ്ട് എത്തി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. CCTV കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണമാണ് കാമുകന്റെ നാടകം പൊളിച്ചത്. നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ഗൈസ്